ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗൈൻ ടു മുഷീസ് വ്ലോഗ്. അപ്പം എന്താ പറയുക, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഇപ്പോൾ എണീച്ചുള്ളൂ. ഇന്ന് വീക്കെൻഡായിട്ട് പോലും എനിക്ക് ക്ലാസ് ഉണ്ട്. എൻ്റെ റൂമിൽ എനിക്ക് മാത്രമാണ് ഇന്ന് ക്ലാസ് ഉള്ളത്. എണീച്ചു, കോഫി കുടിച്ചു, പിന്നെ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈമില്ല, ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും. രാവിലെ എണീച്ചപ്പോൾ എൻ്റെ സൗണ്ടും മൂക്കും എല്ലാം ബ്ലോക്കായിരിക്കും, തണുപ്പുണ്ട് തലയെല്ലാം. അപ്പോൾ പോയി കുളിക്കണം, ഫ്രഷ് ആവണം, എന്നിട്ട് ക്ലാസ്സിൽ പോകണം. പിന്നെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവർ പോഹ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പോഹ ഇത് നമ്മളെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും, ബട്ട് നോർത്ത് ഇന്ത്യൻ അപ്പോൾ അവിടെയൊക്കെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. So we'll see you after getting ready and going to university. അപ്പം നമ്മൾ ക്ലാസ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുളിച്ച് വന്നുള്ളൂ. സോ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാം. വീക്ക്ലി വൺസ് മാത്രമേ ഇതുപോലെയെല്ലാം ചെയ്യുള്ളൂ. കോമൺലി സൺഡേ ആണ്, ബട്ട് ടുമോറോ ഐ ഹാവ് അനദർ പ്ലാൻസ്. ഐ വോണ്ട് ഗോ ടു മീ മൈ കഥക് ഫ്രണ്ട് ഹിസ്ലു. എല്ലാവരും ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഐ വെരി ലേസി ടു കെയർ അബൌട്ട് മൈ ഹെയർ, സ്കിൻ, എവറിത്തിങ്. അപ്പോൾ ഗൈസ് റെഡിയായി ക്ലാസ്സിന് പോവാൻ വേണ്ടി പോവാണ്. ക്ലാസ്സിന് പോവാണ്. വെതർ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ മഴ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. മഴ ഇതങ്ങ് സീൻ, എനിക്കിഷ്ടമില്ല മഴ, സ്നോ. മഴ ഓക്കെയാണ് വെൻ ഇറ്റ്സ് സമ്മർ. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറി. ഇപ്പം സമയം ഒരു 11-11:30 ആയിക്കുള്ളൂ. അപ്പം രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഏർലി മോർണിംഗ് ഈവനിങ് ടൈമിലേക്ക് നല്ല തിരക്കുണ്ടാവില്ല. മഴ വരാനും നല്ല ചാൻസ് ഉണ്ട്. ബസ് ഇറങ്ങിയിട്ട് ഒരു 8 മിനിറ്റ്സ് നടക്കാണ്ട്. ഇന്ന് നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് ക്ലാസ് എന്ന് പറയാൻ പറ്റൂല. ലൈക്ക് അവർ ജിം സെൻറ്റർ, വിൽ ഗോ ദർ ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് സം വർക്കൗട്ട് വിൽ ഡു ഇറ്റ് ഫ്രം ദർ. അതൊക്കെ തന്നെ മെഡിക്കലി ഫിറ്റായിരിക്കും ഗൈസ്, ഫിസിക്കലി, മെൻ്റലി, എവറിത്തിങ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറ്, മുഹമ്മദ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസൊന്നും ഇല്ല, അയാൾ പറയില്ല ശരിയില്ല പറയുക. ബിക്കോസ് ഇവിടെ സെൻറ്റിമീറ്റർ 140, 160 അങ്ങനെ സെൻറ്റിമീറ്ററിൽ ടാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹൈ ആയിട്ട് ലോങ് ആയി ജമ്പ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ടാണ് മാർക്ക്. ഈ ഹൈറ്റില്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് വർക്കൗട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുള്ളിയിട്ട് അത് ഡിപ്പെൻഡ് ചെയ്താണ് മാർക്ക്. അയാൾ പറയുകയാണില്ല കുറവ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ സിറ്റപ്പ് കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഓൾ ഓവർ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇന്നൊന്നും ഉണ്ടായില്ല. നല്ല കാല് ഭയങ്കര നോമ്പല്ലോ. എൻ്റെ എന്ത് നോമ്പലോ, 60-75 സിറ്റപ്സ് നാറി പോലത്തെ സാറ് ചെയ്യിച്ച്. എന്നിട്ട് 100ൽ 92 മാർക്സ്. അത് എന്നെ സോപ്പിട്ട് കയറിഞ്ഞിട്ടല്ല തന്നത്. ഭയങ്കര സാധനം ഗൈസ്. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇറ്റ്സ് ഫീൽ എംബ്രസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ബോയ്സ്. ഞാൻ പറഞ്ഞില്ല മത്സ്യക്കിൻ്റെ വേർഡ് അനി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് വേറെ അവിടെ ഉണ്ടായി. വാസ് ഗുഡ്. ക്ലാസ് കഴിഞ്ഞ് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, പുറത്ത് എവിടെയും പോകുന്നില്ല, നേരെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. വെയിറ്റിംഗ് ഫോർ 99 ബസ്. നോക്ക് ഗൈസ്, ഇപ്പോൾ സമയം 1:30 മണി, ഉച്ചക്ക് 1:30 മണിയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ബസ്സിൽ. ബിക്കോസ് ഡാർക്ക് ആവാനായി. ഒരു 2-3 മണിയാകുമ്പോൾ ശരിക്കും രാത്രി തന്നെ ആവും. ഇപ്പം അതിൻ്റെ പകൽ ഭയങ്കര കുറവാണ്, വിൻ്റർ ആയതുകൊണ്ട്. അപ്പം ഡ്രസ്സൊക്കെ മാറി കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ, കഴിച്ചിട്ട് ഉറങ്ങാം. സോ
ചിക്കൻ ലൈക്ക് ചിക്കൻ ഫ്രൈ ആക്കി വെച്ച് പിന്നെന്താ പിന്നെ ഇന്നലെ എനിക്ക് ഓരോ സമയത്ത് ഓരോ മൂഡാണ്. ചില സമയത്ത് എനിക്ക് എന്താ പറയുക, എനിക്ക് ചില സാധനം കഴിക്കാൻ ഇഷ്ടമാണ് പോലും ഞാൻ കഴിക്കൂല. ഓരോ സമയത്ത് ഓരോന്ന് കഴിക്കാമെന്നില്ല അങ്ങനെ. അപ്പം ഇന്നലെയോ മിനിയാന്നെന്തോ സാലഡ് ഉണ്ടാക്കുക അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സ്പ്രൗട്ട്സ് വെള്ളത്തിലിട്ടുണ്ടായി. പയർ ഗ്രീൻ ഗ്രാം കുറച്ച് വെള്ളത്തിലിട്ട് അത് സ്പ്രൗട്ട്സ് ആയിപ്പോയി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രൗട്ട്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് ഇതൊന്നും അറിയൂല. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. വിശക്കുമ്പോൾ തിന്ന്. സോറി ഗായ്സ്, റുക്സിന് താല്പര്യമില്ല. റുക്സ് തട്ടുണ്ടാണ്ട് റെഡിയാണ്ട് നിൽക്കില്ലാന്ന്. റുക്സ് ലൈറ്റ് ഇട്ടുകൊണ്ട് കുറച്ചും കൂടി എന്താ പറയല് വീഡിയോ നൈസായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കൂല, എനിക്ക് അതൊന്നും കഥയില്ല. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ കുക്കിങ്ങിനൊന്നും വേറെ ആരെയൊന്നും കഴിയുക. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിച്ച് ഞാൻ ഉണ്ടാക്കി തിന്നുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ. പെട്ടെന്ന് തട്ടി കൂട്ടി കുറച്ച് കിവിയും പിന്നെ യോഗട്ടും പിന്നെ ഞാൻ ചിക്കനും ഗ്രീൻ സ്പ്രൗട്ട്സും ഒരുമിച്ചാക്കി. ഇത് ഡയറ്റൊന്നുമല്ല, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പം മൈ മൂഡ്. ഇപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞ് ബർഗർ തിന്നാൻ കഴിഞ്ഞാൽ അങ്ങനെ പോകും. ഓരോ സമയത്ത് ഓരോ ഇതുപോലെ. ഇത് തിന്നിച്ച് വേണം ഇനി പോയിട്ട് ഉറങ്ങാൻ. എന്നാച്ച് വെറുതെ പുറത്ത് പോകാം. പക്ഷെ ഇന്ന് കഴിയില്ല. ഇന്നലെ പോയില്ലേ, എപ്പോഴും പോല. ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. കമന്റ് ഗൈസ്. It is good. അപ്പോൾ ഉച്ച ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങി എണിച്ച്. ഇന്ന് വീക്കെൻഡ് ആണ്. അപ്പം ഡിന്നറിലേക്ക് ബിരിയാണി കുക്ക് ചെയ്തിട്ടുണ്ട്. അന്നാച്ചി ഉണ്ടാക്കിയത് കാബിരി ബിരിയാണി. കാബിരി അല്ലേ? കരീബിയൻ ബിരിയാണി. സോറി ഗൈസ്, കരീബിയൻ ബിരിയാണി. സീംസ് വെരി ഗുഡ്, വെരി യം. കാണിച്ചു തരാം. ഇതാ അപ്പം ഇതാണ് ഇന്നത്തെ ഡിന്നർ ഫുഡ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ബിരിയാണി. അന്നാച്ചിൻ്റെ ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും പറയാണ്, എന്താ പറയുക, അന്നാച്ചി വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കും എപ്പോഴും. പ്രശ്നം സഡൻലി എന്താ പറയുക, എനിക്ക് ഒരു കോൾ വന്നു. ആയിക്കോട്ടെ റിമൈൻഡർ, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇപ്പം നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നത്. വേഗം ലിപ്സ്റ്റിക്ക് ഇട്ട് വേഗം ക്യാപ്പും ഡ്രസ്സൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ട് കേക്ക് മേടിച്ചിട്ട് ഓക്ക് കൊണ്ടു കൊടുത്തിട്ട് ജസ്റ്റ് സർപ്രൈസ് ആക്കിയിട്ട് കേക്ക് മുറിച്ചിട്ട് വരണം. സോ വിൽ ഗോ ടു ബൈ എ കേക്ക്. ബസ് 10 o'clock വരുന്നുണ്ട്. 10 o'clock മുമ്പിൽ നമുക്ക് വേഗം പോയി കേക്ക് മേടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ പോകാൻ വേണ്ടി റെഡിയായി. ശരിക്കും പുറത്ത് പോകുന്ന വരുമ്പോൾ നമുക്ക് തലയെല്ലാം വേനിക്കും. എപ്പോഴും ഇതുപോലത്തെ ജാക്കറ്റും കുറേ സോക്സും ശ്വാസം തന്നെ കിട്ടൂല. പുറത്തിറങ്ങിയാൽ നല്ല തണുപ്പല്ല. അതുകൊണ്ട് കുറേ ക്യാപ്പും ഡ്രസ്സും ജാക്കറ്റ്സും സോക്സും ബൂട്ട്സും ഒക്കെ ഇട്ട് പോകണം. ഒരു ജസ്റ്റ് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കേക്ക് മേടിക്കാൻ പോകുന്നത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ. മഴ സ്റ്റിൽ മഴയുണ്ട്. ഇത് പാർക്ക്. ഇവിടുത്തെ ബസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയാലോ, ഇല്ലെങ്കിൽ ബാക്കി നോക്കാം. ബസ്സിൽ കയറി ഇപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. സംസാരിച്ചാണ് ചെറിയ പിള്ളേര്. ബസ്സിന്ന് കുറച്ച് പിള്ളേരെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായി. ആ പിള്ളേർ നമ്മൾ നാട്ടിലെ പറയില്ലേ, ബംഗാളികൾ, അതുപോലെ അവർക്ക് നമ്മളി പുറത്ത് നിന്നത് ചിലർക്ക് ഭയങ്കര എക്സൈറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും. വന്ന് മിണ്ടലും ചെയ്യും. ചില ആൾ മറിഞ്ഞു നോക്കില്ല അങ്ങനെ. പിന്നെന്താ, അവരുടെ വയസ്സൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കില്ല. അവർ വിചാരിച്ചാൽ ചെറുത്, അവരെ പോലെ ചെറുത്. അവർ ചെറുത് 12-13 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. ഇവിടെ ഭയങ്കര തണുപ്പതാ. ഞാൻ സംസാരിക്കുമ്പോൾ അതിനെ പുക ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവും.
കുന്തം. അപ്പം ഇതാ ബസ് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടക്കാറുണ്ട് ഷോപ്പിലേക്ക്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ കുൽപ്പിനായിലാന്ന് വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല കേക്ക് കിട്ടും, നല്ല ക്വാളിറ്റിയും ടേസ്റ്റുള്ള കേക്ക് കിട്ടും. സോ യൂഷ്വലി നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പം ടൊലുബി റോസബക്കേവിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതാ ഷോപ്പിലെത്തി. ഉള്ളിൽ ഹീറ്റർ ഉണ്ട്. കുറച്ച് സമാധാനമായി ഉള്ളിലെത്തിയപ്പം. ഇവിടെ ഇതാ കുറേ കേക്ക്സ് ഫ്രഷ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പിൽ എന്തും കണ്ടാൽ നമുക്ക് ലൈക്ക് രാത്രി ആയതുകൊണ്ട് എല്ലാം ഏകദേശം കഴിഞ്ഞിക്ക്. ഇവിടെ ഡെയിലി പ്രിപ്പയർ ചെയ്ത് ക്രോസൻസും പിന്നെ സ്നാക്സും സാംസയും അതുപോലത്തെ കുറച്ച് സ്നാക്സ് ഉണ്ട് വൺ സൈഡിൽ. അപ്പോൾ ഇതാ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയുള്ള കേക്കും ഉണ്ട്. ഒരേ മോഡലിന് 2-3 പീസ് കേക്കൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുൽപ്പിനായി എന്ന് പറയുന്നത് കസാക്കിൽ സ്ട്രോബെറി എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു കേക്ക് സെലക്ട് ചെയ്ത് ഇതാണ് കേക്ക്. റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പൊതുവെ ഇവർക്ക് റഷ്യനിലല്ലാണ്ട് ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി പറ്റില്ല. ഇവർ നമ്മൾ ഒരു ബ്ലോഗറിൽ വെച്ചിട്ട് അവർ എല്ലാം വരുന്നുണ്ട്. കോമഡിയാണ് കഴിച്ചത്. എന്നിട്ട് റേറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എഴുതി കൊടുക്കാൻ നമ്മൾ ബില്ല് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാർ നമ്മൾ ആരോ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് പിന്നെ റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതാ കേക്ക്. ഇവരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് എഴുതി കഴിഞ്ഞ്. അപ്പോൾ ഒരു ഇതാ നല്ല പാക്കെല്ലാം ആക്കിയിട്ട് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാക്കെല്ലാം ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ രാത്രി ആയതുകൊണ്ട് അധികം വേറെ ഡ്രസ്സൊന്നും കഴിക്കാൻ സമയമില്ല. അതുകൊണ്ട് നമുക്കൊരു സ്മോളിൽ ഒരു ഷോപ്പ് കയറിയിട്ട് നമുക്ക് അവിടുന്ന് ചോക്ലേറ്റ്സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഭയങ്കര ഇഷ്ടമാണ്. കിച്ചൻ്റെ മിനീസിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് ഇവിടെയാണ് ബില്ല് ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിലും സാധനം കിട്ടിക്ക് നമുക്ക് തിരിച്ചു പോവാം. വെള്ളപ്പൊക്കമല്ല, റോഡിലൊക്കെ വെള്ളം. മഴ പെയ്താൽ അങ്ങനെ. അത് നമ്മുടെ നാട്ടിലത്തെ പോലെ നോർമലല്ല, നല്ല തണുപ്പായിരിക്കും. എന്താ പറയുക, ഭയങ്കര ലൈക്ക് റിയൽ ഐസ് വാട്ടർ. അതുകൊണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലത്തെ പോലെ ആണെങ്കിൽ ഐ ലവ് ദ ക്ലൈമറ്റ്, ഐ ലവ് റൈനി സീസൺസ്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഐ ഹേറ്റ് ദിസ് സീസൺ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നാസി മനൈവയിൽ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. 1 ഹവറൊക്കെ എനിക്ക് യാത്ര ഉണ്ട്. ഞാൻ തൊലപ്പി തുർക്കത്തോസാൾ, അവൾ മനൈവ, അവൾ ഹോസ്റ്റൽ. അവിടെ നല്ല ദൂരമുണ്ട്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. സീ ഗൈസ്, എത്ര പാവല്ല ഞാൻ. ഗൈസ്, നമ്മൾ നാസിനെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഒക്കെ ഒരു ഐഡിയ ഇല്ല ഞാൻ ഇവിടെ ഉള്ള കാര്യം. അവൾ എക്സ്പെക്റ്റ് കൂടി ചെയ്യൂല. നമുക്ക് നോക്കാം. Happy birthday to you. Happy birthday, Nazi. Happy birthday to you. ഇറങ്ങി വാ. Happy birthday, Nazi. Stay blessed. താങ്ക് യു. എന്ത് പറയാൻ നാസി? സർപ്രൈസ് ആയോ നാസി? ഞാൻ നിന്നെ തിരിച്ചിട്ടില്ല. ഞാൻ ഓരെന്താ കേക്ക് കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലേ എന്നെ അവള് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. തിരിച്ചില്ല. ഹാപ്പി ആയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നാസി. ഹാപ്പി ബർത്ത്ഡേ ടു യു. സമയം കുറേ ലേറ്റ് ആയി ഗൈസ്. നമുക്ക് പോണം. പക്ഷെ ഓൾ എന്നെ വിടുന്നില്ല. ടാക്സിക്ക് നല്ല പൈസ ഉണ്ട്. പറഞ്ഞോ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ട് അല്ല അക്കലിച്ച് താങ്ക് യു ബ്രൈറ്റായിട്ട് വീട്ടിൽ എടുക്കട്ടെ പറഞ്ഞു. ഇപ്പൊ വീടൊക്കെ ഭയങ്കര ഷായി. താങ്ക് യു സോ മച്ച് മെസ്സി. സോ ഹാപ്പി. കേലാക്കുന്നു സ്റ്റൈലിസ്റ്റ് ഫെലു നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് മുഖം കാണിക്കണ്ടെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്.
നല്ല രസമുണ്ടല്ലേ. നോർമലി എൻ്റെ മുടി എപ്പോഴും സ്ട്രെയിറ്റ് ആണ്. ഇവളിതിപ്പം കേൾ ചെയ്തെന്ന് സീംസ് ഡിഫറെൻറ്റ് റൈറ്റ്. രസമുണ്ടാവും, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഫെലു ആണ് കേട്ടോ. ഫെലു ഭയങ്കര നാണക്കേട്. അപ്പോൾ ഇടുന്നത് ആ ഫെലുവിൻ്റെ മുടി കേളലാക്കി ഇവർ മേക്കപ്പ് ഇടുന്ന സമയത്ത് ഇവരതിൽ പിക്സിയുടെ ബ്ലഷ് ഉണ്ട് ട്രൈ ആക്കാൻ വേണ്ടി പറഞ്ഞ് ഇട്ടോക്കി. നല്ലായിരുന്നു ശരിക്കും. വേറെ തന്നെ ലൈക്ക് നല്ലോണം അബ്സോർവ് ആകുന്നുണ്ട്. നല്ല ഗ്ലോ ഒക്കെ ഉണ്ടായി, നല്ല ഷെയ്ഡും ആയിരുന്നു. ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മാറ്റം വന്നിക്ക്, എനിക്കിഷ്ടമായി. അപ്പം ഓൾ ട്രൈ ആക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇട്ടോക്കി. അപ്പം അതാണ് ഇങ്ങോട്ട് കാണുന്നുള്ളത് ഇട്ടോക്കുന്നല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് കച്ചറ, ഡ്രയറിൻ്റെയും സ്ട്രെയിറ്റ്നറിൻ്റെയും അടിപിടി കച്ചറ. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല, കുൽമാലാക്കുന്നുണ്ട് ബാക്കിൽ. ഗൈസ് ഇപ്പോൾ സമയം 2:30. ബർത്ത്ഡേ ഗേളിന് പിക്ക് എടുക്കണമല്ലോ. ഞാൻ എന്തോ ചേഞ്ച് ആയ പോലെ ഇല്ലേ നേരത്തേനും കാട്ടിയും. അത് മുടി കേൾ ചെയ്തുകൊണ്ടാണ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഗുഡ് ഓർ നോട്ട്. ഫോട്ടോഷൂട്ടാണ്, അസ്തറ്റിക് ഫോട്ടോഷൂട്ട്. വലിയാണ് ക്യാമറ ഗേൾ. പറയുന്നത് രാത്രി 2:30 മണിക്ക് കോഫി ഷോപ്പ് ഉണ്ട്, കോഫി ഷോപ്പ് പോയിട്ട് ഫോട്ടോ എടുക്കാന്നല്ലോ. ബോധമില്ല, പറഞ്ഞെടുക്കുക ഗൈസ്. അപ്പൊ ഗായ്സ് ഇതാ നമ്മൾ അറ്റ് ലാസ്റ്റ് വന്നിട്ട് ഒരു ഷോപ്പ് ഇവിടെ തുറന്നുണ്ട്. നാസിനെ പറഞ്ഞ ബാക്കിലുണ്ട്. ഇതെന്ത് ഷോപ്പാ? നാസി പോകുന്നുണ്ട്, ഒന്നും മേടിക്കൂല. ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത് നോക്കോ, ഉറപ്പ്. ഹലോ, അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ടുണ്ട്. കേക്ക് വേണ്ട, കേക്ക് ഇപ്പൊ കഴിച്ച്. പിന്നെ എന്തേലും എന്തൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്. സ്നാപ്പ് ഇടുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത്. ഒരു ഫോട്ടോക്ക് ഒരു കോഫി മേടിച്ച് 1020 കഴിച്ച് കുടിച്ചിട്ടേ മേടിക്കും. നല്ല എന്താ പറയല്ലേ, ഫുള്ള് ഫോഗ്, ഒന്നും കാണില്ല. 4 മണിയായിക്കുതാ, ഫുള്ള് ഫോഗ്. നിന്നൊന്നും കാണുന്നില്ല ഫോഗ് കൊണ്ട്. ടാക്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റോ, എത്ര മിനിറ്റ്? 1 മിനിറ്റുള്ളിൽ വരും. ഇതാ ഗൈസ് ടാക്സി വന്ന്. അപ്പൊ ഞാൻ പോന്ന് ഗൈസ്. ബൈ 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 ബൈ. എത്തിയിട്ട് വെച്ചേക്കാം. ബൈ ഫെലു. അപ്പോൾ നോക്കുക ഗൈസ്, നല്ല ഫോഗ് ഉണ്ട്. ഏർലി മോർണിംഗ് ആയതുകൊണ്ടും പിന്നെ ക്ലൈമറ്റെല്ലാം കൊണ്ട് നല്ല ഫോഗ് ഉണ്ട്. റോഡ് ഫുള്ള് ഫോഗായി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ ഉറക്കം വന്നിട്ട് കഴിഞ്ഞില്ല. ഇവിടെ വരുമ്പോഴേക്ക് ഇതാ ഇവര് ഫിലിം കാണുന്നുണ്ട്. ഇവര് പറഞ്ഞ ഫിലിം കാണുന്നു. ഇങ്ങനെ തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാതെ ഇരിക്കുന്നത്. അപ്പം എന്താ ഹൊറർ ഫിലിം കാണുന്നത് എല്ലാവരും കൂടിയിട്ട്. ഇന്നത്തെ ദിവസം മോർണിംഗ് മുതൽ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഫേസ് വാഷ് ചെയ്തു നമുക്ക് ഉറങ്ങാൻ വേണ്ടി പോവാം. ലൈറ്റ് സ്കിൻ കെയർ ഒന്നുമില്ല, ഞാനൊന്നും ഉപയോഗിക്കലൊന്നുമില്ല. ഇത് അക്വലാജിക്കൻ്റെ ഒരു എന്താ ഫേസ് വാഷ്. എനിക്ക് തോന്നുമ്പോൾ മാത്രം. ചില സമയത്ത് ഞാൻ നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്യും, ചിലതൊന്നും ഒന്നും ചെയ്യൂല. ഇപ്പം ഫുള്ള് ഉറക്കം വന്നിട്ട് കഴിയാം, ജസ്റ്റ് മുഖം കഴുകാം. ദാറ്റ്സ് ഓൾ. ഐ എം സൈനിങ് ഓഫ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ആക്കുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഗുഡ് നൈറ്റ്, ബൈ, അസ്സലാമു അലൈക്കും.